ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് കൂലിയെക്കുറിച്ചിട്ടാണ്. ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്ത സിനിമ ഇത് LCO ആണോ അല്ലയോ എന്നുള്ള ഡൗട്ടൊക്കെ ഉണ്ടായിരുന്നു. പുള്ളി എന്ന് പറഞ്ഞു പിറ്റേ ദിവസം ഇത് LCO ഒന്നുമല്ല, സ്റ്റാൻഡേർഡാണ്. എന്നിട്ടും കുറച്ചാൾക്ക് അത് അപ്രൂവ് ചെയ്യാൻ പറ്റിയിട്ടില്ല. കണ്ടാലേ മനസ്സിലാവും. അങ്ങനെ വലിയ ഹൈപ്പൊക്കെ വെച്ച് പോയി ഇതൊരു സ്റ്റാൻഡേർഡ് പടം തന്നെയാണെന്ന് അവർക്ക് മനസ്സിലായി. ഒന്നാമതായി ഇത് പറയാനുള്ളത്, ഇത് ഞാൻ ബീസ്റ്റ് തിയേറ്റർ കണ്ട ആളാണ്, ഞാൻ ജവാൻ തിയേറ്റർ കണ്ട ആളാണ് ഞാൻ. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ പടം അതിനേക്കാൾ മുകളിലാണ്. പക്ഷേ ലോകേഷിൻ്റെ ഏറ്റവും വീക്കസ്റ്റ് പടം കൂടിയാണ്. അതാണ് നമ്മൾ ലോകേഷിൻ്റെ പടം കാണാൻ പോകുമ്പോൾ ഉള്ളിയുടെ പടമായിട്ട് നമുക്ക് താരതമ്യം ചെയ്യും. അതുകൊണ്ട് തന്നെയാണ് ആളുകൾക്ക് ഈ പടം അത്ര ദഹിക്കാത്തത്. ഉദാഹരണം പറയുകയാണെങ്കിൽ മാസ്റ്ററിനെക്കാട്ടിയും താഴെയാണ് ഈ പടം. അതിനോ ലിയോ പുള്ളിയുടെ മുമ്പത്തെ പടം നോക്കുകയാണെങ്കിൽ മാസ്റ്ററിനെക്കാട്ടി മുകളിലാണ്. അങ്ങനെ നോക്കുമ്പോൾ ആണ് കൂലി എല്ലാവർക്കും ദഹിക്കാതെ പോയത്. അതിന് കാരണം ലോകേഷിൻ്റെ ഇൻ്റർവ്യൂസും ഒരു ഘടകമാണ്. ഓവർ ഹൈപ്പ്. ഈ പടം ഒരു വലിയ സ്റ്റോറിയല്ല, ഒരു ചെറിയ റിവഞ്ച് സ്റ്റോറി. കുറേ ആക്ടേഴ്സിനെ കൊണ്ടുവന്ന് ഹൈപ്പ് കൂട്ടാനായിട്ട് ആക്ടേഴ്സിനെ കൊണ്ടുവന്നിട്ട പോലെയാണുള്ളത്. ശരിക്കും പറഞ്ഞാൽ കുറച്ച് സ്റ്റാറിനെയൊക്കെ കുറച്ച് ഒരു നല്ല ബഡ്ജറ്റിൽ ഫയറിങ് ഇതൊക്കെ ആക്കി എടുത്താൽ ആളുകൾക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടുമായിരുന്നു. ഇതിൽ പൂജയുണ്ട് 5 മിനിറ്റ് വരാൻ. അമീർ ഖാൻ ലോക കോമാളി റോളാണ് ഇതിൽ. എല്ലാവരുടെയും BGM ഒക്കെ സെറ്റാണ് അമീർ ഖാൻ്റെ ഒക്കെ ആയാലും. പക്ഷെ എന്തിനാണ് വരുന്നതെന്ന് നമുക്ക്